KT, ഒരു പ്രകോപനവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ ഒരു കൂട്ടം ആളുകൾ ഗവർണറെ നിരന്തരമായി വേട്ടയാടി ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു, ജീവന് ഭീഷണി ഉണ്ടാകുന്നു. കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നു എന്ന് പറയാൻ ഇതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും ഉദാഹരണം വേണോ എന്നുള്ളതാണ് BJP ചോദിക്കുന്നത്. BJPയുടെ ഒരു അജണ്ടയിലാണല്ലോ ഗവർണർ, അവരുടെ തിരക്കഥയിലാണല്ലോ ഗവർണർ ആടുന്നത്. ഇദ്ദേഹം ഡൽഹിയിൽ തന്നെ ഇവിടെ ഗവർണറായി നിയോഗിച്ച രാഷ്ട്രീയ യജമാനന്മാരുടെ പ്രീതിക്ക് വേണ്ടി അബദ്ധങ്ങൾ കാണിക്കുകയാണ്. തന്റേതൊരു ഭരണഘടനാ പദവിയാണെന്ന കാര്യം പോലും മറന്ന് ഇദ്ദേഹം എന്തൊക്കെ ആഭാസത്തരങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിയമത്തിന് മുകളിലല്ല ഒരു ഭരണാധികാരിയും. ആ കാര്യം ഭരണാധികാരത്തിലിരിക്കുന്നവർ വിവേകപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഇദ്ദേഹത്തിന് പ്രായത്തിന്റെ പക്വതയില്ല, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധിയില്ല. ഇദ്ദേഹം എന്താണ് തന്റെ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള നാടകങ്ങൾ കളിക്കുകയാണ്. അങ്ങനെ നാടകങ്ങൾ കളിച്ച് സ്വയം കോമാളിയാവുകയാണ്. ഡൽഹിയിലെ യജമാനന്മാരുടെ ഭൃത്യവേല ചെയ്യുന്ന ഒരു കോമാളി മാത്രമാണ് താനെന്ന് ഉന്നതമായ ഗവർണർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഗവർണർ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം സ്വയം പരിഹാസ്യമായി നമ്മളോടൊക്കെ പറയുകയാണ്. അതല്ലേ നമ്മൾ കാണുന്നത്. കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം, അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. അല്ലാതെ അദ്ദേഹം തെരുവിൽ ഇറങ്ങി വലിയ രീതിയിൽ പോലീസിനെ വെല്ലുവിളിക്കുക, നാട്ടുകാരെ വെല്ലുവിളിക്കുക, വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുക, ഇതെന്താണ്? ഇത് വെള്ളരിക്ക പട്ടണമാണോ? ഇത് ഏതെങ്കിലും വാഴക്കാർ റിപ്പബ്ലിക്കാണോ? ഇന്ത്യ എന്ന് പറയുന്നത് BJP ആണ് ഭരിക്കുന്നതെങ്കിലും ഇപ്പോഴും അംഗീകൃതമായ ലിഖിതമായ ഒരു ഭരണഘടനയുണ്ടല്ലോ. ആ ഭരണഘടനയാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ നിയമം. ആ ഭരണഘടന അനുശാസിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണല്ലോ ഗവർണർ. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഴിത ചൂണ്ടിക്കാണിച്ചതുപോലെ, ജയേന്ദ്രൻ വിശദീകരിക്കുന്നത് പോലെ കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്ന് വരുത്തണം. എന്നിട്ട് 386 വകുപ്പിന്റെ പ്രയോഗത്തിലേക്ക് BJPക്ക് അവസരം കൊടുക്കണം. അങ്ങനെ അതുവഴി ചിലപ്പോ എന്തായിരിക്കും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, സർക്കാരിനെ പിരിച്ചുവിടാൻ കഴിയൂ. ഇങ്ങനെയൊക്കെയുള്ള വളരെ ബാലിശമായ, വളരെ വൃത്തികെട്ട രാഷ്ട്രീയ പ്രേരണകളാണ് ഗവർണറുടെ ഈ കളികൾക്ക് പിറകിലുള്ളത് എന്ന് തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും അറിയും. ഗവർണർ എന്ന് പറഞ്ഞാല് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളല്ല, കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാപരമായ ഔദ്യോഗികത മാത്രമുള്ള ഒരു ഉദ്യോഗ പദവി മാത്രമാണ് ഗവർണർ എന്ന് പറയുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ കേരളത്തിൽ ഭരിക്കുന്നുണ്ട്. ആ സർക്കാർ നിക്ഷിപ്തമാണ് കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ. ഇവിടുത്തെ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം, നിയമപാലനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം സ്റ്റേറ്റിന് നിർവഹിക്കാൻ പറ്റുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണല്ലോ അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഇപ്പോ CRPFന്റെ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചിരിക്കുന്നത്. CRPFന് ഇവിടെ എന്താ ആക്ട് ചെയ്യാൻ കഴിയുക? CRPFന് തെരുവിലിറങ്ങിയ ആളുകളെ അടിക്കാൻ കഴിയും. കേരളത്തിൽ എത്രയോ തവണ CRPക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ കേന്ദ്ര പോലീസിന്റെ വലിയ ലാത്തിയടികൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കേരള പോലീസാണ് ഗവർണർ ഉൾപ്പെടെയുള്ള ഏത് പദവിയിരിക്കുന്ന ആളുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത്. അത് ഭരണഘടനാപരമായിട്ട് കേരള പോലീസ് നിക്ഷിപ്തമായ ഒരു കാര്യമാണ്. ഈ കാര്യമൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നിലവെട്ട മാനസികാവസ്ഥയിലാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം അധികാരമോഹം, കൂടുതൽ ഉയർന്ന പദവികൾക്ക് വേണ്ടിയുള്ള തന്റെ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനുള്ള നീക്കം, അവരുടെ രാഷ്ട്രീയ എതിരാളികളെ ഞാനിവിടെ BJPക്കാരേക്കാൾ നന്നായിട്ട് എന്റെ ഗവർണർ പദവി ഉപയോഗിച്ച് ഞാൻ നേരിടുകയാണ്, ഞാൻ അവരെ വലിയ രീതിയിലുള്ള വിഷമസന്ധിയിലേക്ക് എത്തിക്കുകയാണ്, ലോ ആൻഡ് ഓർഡർ തകർന്നു എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ഗവർണറുടെ മനസ്സിലുള്ളത്. ആ രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹം എന്തൊക്കെ നാടകങ്ങളാണ് കളിക്കുന്നത്. ഇതൊക്കെ കേരളം പോലൊരു സമൂഹത്തിലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഈ ആഭാസത്തരങ്ങളൊക്കെ ഈ വയസ്സുകാലത്ത് ഒപ്പിക്കുന്നത് എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് ആഭാസർക്കും ഈ പത്മഭൂഷണവും പത്മശ്രീയും ഒക്കെ കൊടുക്കുന്ന നമ്മുടെ ദേശീയ തലത്തിൽ രാഷ്ട്രം ഉന്നതമായ സേവനങ്ങൾക്ക്, ഉന്നതമായ കഴിവുകൾക്ക് നൽകുന്ന എല്ലാ അവാർഡുകളും അതൊരാദരവാണ്. രാഷ്ട്രം അവരോട് കാണിക്കുന്ന ഒരു ആദരവാണ്. ആദരവുകൾ ഏറ്റവും വില കുറഞ്ഞ ആളുകൾക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട ആർത്തവമുള്ള സ്ത്രീകള് വെള്ളം ഒഴിച്ചാൽ ചെടികൾ വാടിപ്പോകും, വാസ്തു നോക്കാതെ കെട്ടിടം വിടന്നാൽ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഈ 21ാം നൂറ്റാണ്ടിൽ നമുക്ക് അവിശ്വസനീയമായ കാര്യങ്ങള് പൊതുവേദികളിൽ വന്ന് ഒരു മടിയുമില്ലാതെ തട്ടിവിടുന്ന തമ്പുരാട്ടിമാരെയൊക്കെ ബഹുമാനിക്കുകയാണ്. തമ്പുരാട്ടിമാർക്ക് ഇങ്ങനെ പത്മശ്രീ കൊടുത്ത്
ഈ RSS പ്രതിദാനം ചെയ്യുന്ന പ്രാചീനതയുടേതായ വളരെ അശ്ലീലകരമായ ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ രാജ്യത്തെ ജനമനസ്സുകളിലേക്ക് എത്തിക്കാനാണ് RSS ശ്രമിക്കുന്നത്. ഈ അജണ്ട നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് RSSന്റെ ഒരു ടോട്ടൽ അജണ്ടയിലാണ് ഗവർണർ കളിക്കുന്നത്. അതിനെ ഒറ്റപ്പെടുത്തി കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. ഗവർണർക്ക് കേരളത്തിൽ ലോ ആൻഡ് ഓർഡർ തകർന്നിരിക്കുന്നു. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് ഇടപെടാം. ആ രീതിയിൽ 356 വകുപ്പ് ഉപയോഗിക്കാം. അതിന് രാഷ്ട്രപതിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് ഗവർണർ കളിക്കുന്നത്. പക്ഷെ കേരളത്തിലെ ജനങ്ങള് 1959 ഒന്നുമല്ല, അത് ഗവർണർ മനസ്സിലാക്കണം. 51 വ്യത്യസ്തമായിട്ട് കേരളം മാറിയിട്ടുണ്ട്, കേരള സമൂഹം മാറിയിട്ടുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട എന്താണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിശക്തമായ പ്രതിരോധം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല തെരുവിലിറങ്ങാൻ അറിയുന്നത്. തീർച്ചയായും തീർച്ചയായും ശ്രീ കെ ടി വ്യക്തമാണ്.